ഹായ് ഗൈസ്, മെഹന്തി ഇടുന്ന എന്തെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? ഇന്ന് എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. കണ്ടില്ല, എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടോട്ടുള്ള പോക്കാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ എൻഗേജ്മെൻറ്റ് ഹാളിലെത്തി. അവിടുത്തെ ഹോളൊക്കെ നല്ല അടിപൊളി ഹോളായിരുന്നു, നല്ല അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. ചേട്ടനും ഫ്രണ്ട്സും ചേർന്നിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തത്. ചേട്ടൻ്റെ പേര് നിഖിൽ എന്നാണ്. ഇതെൻ്റെ അമ്മയാണ്. അമ്മ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വിളക്കും കാര്യങ്ങളും ഒക്കെ തെളിയിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ മാട്രിമോണി വഴിയാണ് പരിചയപ്പെടുന്നത്. മാട്രിമോണി വഴി റിക്വസ്റ്റ് വരും, പിന്നെ മെസ്സേജ് അയച്ച് വിളിച്ച് സംസാരിച്ച് ചേട്ടൻ്റെ പെങ്ങൾ ഞാനുമായിട്ട് സംസാരിച്ച് പിന്നെ പെണ്ണ് കാണാൻ വന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ പിന്നെ പെട്ടെന്നുള്ളൊരു എൻഗേജ്മെൻ്റ് ആയിരുന്നു. ചേട്ടൻ്റെ അച്ഛനാണ് ഞങ്ങൾക്ക് മോതിരമൊക്കെ എടുത്തു തന്നത്. അതിനുശേഷം മോതിരമൊക്കെ ഇട്ടു. ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഒരു ചേട്ടൻ കൊണ്ട് തന്നു. ഞങ്ങൾ പിന്നെ അതിനുശേഷം ഫോട്ടോഷൂട്ടായിരുന്നു. ചേട്ടൻ്റെ ഫ്രണ്ട്സ്, പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കും കിട്ടിക്കാണുമല്ലോ ഇതുപോലുള്ള പണികളൊക്കെ. എൻഗേജ്മെൻറ്റും കല്യാണമൊക്കെ വരാൻ നേരം ഇപ്പം കേരളത്തിൽ മിക്ക ജില്ലകളിലുള്ളൊരു പരിപാടിയാണ്. ഞങ്ങളുടെ തിരുവനന്തപുരത്തും ഉണ്ട് കാര്യമായിട്ട് ഇത് കണക്ക് കുറേ പണി തരിക. പക്ഷേ എന്നെ കാര്യമായിട്ട് അവരൊന്നും ചെയ്തില്ല കേട്ടോ ചേട്ടന്മാർ. എൻ്റെ പുറത്ത് ഇത് കണക്ക് സ്നോ അടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും അവർ കാര്യമായിട്ട് ചെയ്തില്ല. പക്ഷേ ചേട്ടനെ നന്നായിട്ട് മുതലെടുത്ത്. കാരണം ചേട്ടൻ ഇവരിൽ പലർക്കും ഇത് കണക്ക് കാര്യമായിട്ടുള്ള പണികളൊക്കെ കൊടുത്തിട്ടുള്ളതാണല്ലോ. പിന്നെ എന്നോട് അവർ പറഞ്ഞു ഇതിൻ്റെ ബാക്കി കല്യാണത്തിന് ഞങ്ങൾ അവന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേക്ക് കഴിച്ചപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. കേക്ക് വായിൽ വെച്ച് കൊടുത്തപ്പോഴത്തേനും എന്ത് പറയാനാണ്, ഞങ്ങളായിട്ട് നന്നായിട്ട് കളിയാക്കി എടുത്തിട്ട് തന്നെയാണ് ചേട്ടന്മാർ ഇതാക്കിയത്. പിന്നെ ഫുഡിലും അതുപോലെ തന്നെയായിരുന്നു. ഫുഡിൽ ഉപ്പിട്ടാണ് തന്നത്. ബിരിയാണിക്കകത്ത് നല്ല ഉപ്പിട്ട ബിരിയാണി, നല്ല ഉപ്പിട്ട ഐസ്ക്രീമാണ് എൻ്റെ എൻഗേജ്മെൻറ്റിന് എനിക്ക് കഴിക്കാൻ കിട്ടിയത്. പിന്നെ കുറച്ച് ഡാൻസ് കളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കാര്യമായിട്ട് ഡാൻസ് ഒന്നും കളിച്ചില്ല. എനിക്ക് ഇച്ചിരി നാണക്കേടായിരുന്നു. ചേട്ടനും കാര്യമായിട്ടൊന്നും കളിച്ചില്ല. കാരണം ഞാൻ ഇവരെയൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ് വേറൊരു ജില്ലയിൽ. പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ പെണ്ണിന് സ്വാഭാവികമാണല്ലോ ഇച്ചിരി നാണമൊക്കെ വേണമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ.